മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിലെ ഭാഗം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിൽ തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് CN രാമേന്ദ്രന്റെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലഗോപാൽ, ഹൈക്കോടതി ഉത്തരവ് മുനമ്പം പ്രശ്നം പരിഹരിച്ചു എന്ന മട്ടിലായിരുന്നു വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വഖഫ് ഭൂമി അല്ല എന്ന ഭാഗം സ്റ്റേ ചെയ്തിരിക്കുന്നത്? എന്താണ് അതിന്റെ റീസണിങ്? അഭിലാഷ്, ഈ മുനമ്പത്തെ വഖഫ് ഭൂമി അല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ മുനമ്പം കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയം പരിഗണനാ വിഷയമായി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഉത്തരവിന്റെ ആ ഭാഗം മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കാരണം ഈ നേരത്തെ ജസ്റ്റിസ് CN രാമേന്ദ്രനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഹർജി. പക്ഷെ ആ പരിഗണിക്കുകയാണ് തങ്ങളുടെ അത്തരം പരിധിക്ക് അല്ലെങ്കിൽ പരിഗണനാ വിഷയത്തിന് പുറത്തുള്ള ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന ഹർജി അങ്ങനെയാണ് കോടതി ഇന്ന് ഫലമായി ശരിവയ്ക്കുകയും ആ ഉത്തരവിന്റെ ആ ഭാഗം സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത്, സംസ്ഥാന സർക്കാരിനോട് എന്തുകൊണ്ടാണ് അത്തരം ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ വരാത്തതെന്ന കാര്യം സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിയുമ്പോൾ പോലും ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു തരത്തിലുള്ള വിലക്കും സുപ്രീം കോടതി ഏർപ്പെടുത്തിയിട്ടില്ല. ഈ മുനമ്പം ഭൂമി സംബന്ധിച്ച് തൽസ്ഥിതി തുടരുവാനും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടരാൻ നിർദ്ദേശിച്ചു. CN രാമേന്ദ്രൻ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന് പറഞ്ഞത് സർക്കാരിന് ആശ്വാസമാണ്. അതേസമയം തന്നെ സർക്കാരിനോട് ഇങ്ങനൊരു വിധി പറഞ്ഞിട്ട് എന്തുകൊണ്ട് അപ്പീൽ നൽകിയില്ല എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.